+2 കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ എൻട്രൻസിലെ അങ്ങനെ ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ 2 കൊല്ലം റിപ്പീറ്റ് ചെയ്ത ഒരാളാണ്. പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞുതരാം കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ കഥയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കൊരു 10ാം ക്ലാസ് എന്ന് പറയാം. 10ാം ക്ലാസ്സിൽ ഏകദേശം അത്യാവശ്യം നല്ല മാർക്കുണ്ട് എനിക്ക്. കൊറോണയുടെ ടൈമായിരുന്നു, ഓൺലൈൻ എക്സാം ആയിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൺലൈൻ എക്സാമിൻ്റെ അവസ്ഥ. അങ്ങനെ 92% മാർക്ക് കിട്ടി. പക്ഷേ CBSE ഞാൻ കൊണ്ട് പല നല്ല സ്കൂളുകളും എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം എൻ്റെ മാർക്ക് 10% കുറച്ചിട്ടാണ് CBSE കേരളയിലേക്ക് വരുമ്പോൾ മാർക്ക് കണക്ക് കൂട്ടാം. ഒരു മീഡിയോക്കർ സ്കൂളിലേക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ +1 +2 പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഫോൺ അഡിക്ഷൻ തുടങ്ങി. കൊറോണയൊക്കെ കഴിഞ്ഞ കാലം കൊണ്ട് തന്നെ 24 hours ഫോൺ കാണുന്നൊരു ശീലം എനിക്ക് വരാൻ തുടങ്ങി. രാവിലെ 3 മണി വരെ ഇരുന്നിട്ട് ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞ സീരീസ് കാണും. എന്നിട്ട് 3 മണിക്കൂർ ഉറങ്ങിയിട്ട് സ്കൂളിൽ പോകും. എന്നിട്ട് ക്ലാസ് കുത്തിനിട്ട് കണ്ണ് തുറന്ന് ഉറങ്ങും. ടീച്ചർമാരെന്താ എടുക്കുന്നതൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല. അങ്ങനെ +1 +2 കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ 92% ഉണ്ടായിരുന്നെങ്കിൽ +2 കഴിഞ്ഞപ്പോഴത്തേക്കും 78% ആയി അഗ്രിഗേറ്റ്. +1 73%. ഒന്ന് ആലോചിക്കുക എത്രയാണ് ഡിപ്പ് ചെയ്തതെന്ന്. അങ്ങനെ +2 കഴിഞ്ഞു. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. +2ൻ്റെ കൂടെ ഒരു എക്സാമോ കാര്യങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല. കാരണം എനിക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്തയില്ല. ഫോണിൽ റീൽസ് കാണുക അല്ലെങ്കിൽ ഗെയിം കളിക്കുക അങ്ങനത്തെ പരിപാടി അല്ലാതെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു ചിന്തയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അങ്ങനെ പല ആൾക്കാരോടും ചോദിച്ച് എല്ലാവരും പറഞ്ഞ് എഴുതിക്കുമെന്നാണ്. ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് എന്നാൽ അങ്ങനെയൊക്കെ വിചാരിച്ച് ഒരു നല്ലൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ അടുത്ത് പോയി, റെപ്യൂട്ടബിൾ ആയിട്ടുള്ള കോച്ചിങ് സെൻറ്ററിൻ്റെ അടുത്ത് പോയി അവർക്കൊരു 3,00,000 കൊടുത്ത് എന്നിട്ട് അവിടെ ജോയിൻ ചെയ്തു. ആദ്യത്തെ 1-2 മാസമൊക്കെ നോർമലി അങ്ങനെ പോയി. വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലായി. 2 മാസം 3 മാസമൊക്കെ ആവാനായപ്പോഴത്തേക്കും എൻ്റെ കിളി മെല്ലെ പോയി തുടങ്ങി. 6 മാസം കൊണ്ട് ഇവർക്ക് 2 കൊല്ലത്തെ സിലബസ് JEE ലെവലിൽ എടുത്ത് തീർക്കണം. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ടഫ്. നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ ടഫായിരിക്കും ഇത് പഠിക്കുക എന്നുള്ള കാര്യം. കാരണം അത്ര അധികം പഠിക്കാനുണ്ടാവും. ഓരോ പാഠത്തിൻ്റെ അകത്തുനിന്നും അത്ര അധികം ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവും. 3 മാസം കഴിഞ്ഞു, മെല്ലെ കിളിയൊക്കെ പോയി തുടങ്ങി. അങ്ങനെ 5 മാസം കഴിഞ്ഞു, കിളിയൊക്കെ കൂട്ടുന്ന എവിടെയോ എത്തി. ഇനി രക്ഷയില്ല, ഇനി ബാക്കോട്ട് പോക്കില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യേ കാര്യമുള്ളൂ. അങ്ങനെ ഒരു കാര്യമില്ലാതെ കുറേ ശ്രമിച്ചു, കുറേ പഠിച്ചു. എൻ്റെ പഠിക്കൽ അത്ര ഇന്നെഫിഷ്യൻ്റ് ആയതിനെക്കൊണ്ട് തന്നെ ഫസ്റ്റത്തെ എക്സാമിൽ ഒന്നും കിട്ടിയില്ല, എവിടെ എത്തിയില്ല. അങ്ങനെ സെക്കൻഡത്തെ എക്സാം വന്ന് സെക്കൻഡത്തെ എക്സാം എവിടെ എത്തിയില്ല. അങ്ങനെ കീമു എവിടെ എത്തിയില്ല. കുസാറ്റ് എവിടെ എത്തിയില്ല. ഇനിയിപ്പോൾ എന്താ 2ാമത്തെ കൊല്ലം. ഇനിയിപ്പോൾ എനിക്കൊന്നും അറിയില്ല. +2 മാർക്ക് കുറവാണ്, എൻട്രൻസിലൊന്നും കിട്ടിയിട്ടുമില്ല. +2 മാർക്ക് കുറവായതിനെക്കൊണ്ട് തന്നെ കീമിനൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു 2ാമത് റിപ്പീറ്റ് ചെയ്യാം. എല്ലാവരും പറഞ്ഞു 2ാമത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന്. പക്ഷേ ഞാൻ 2ാമത് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ 2ാമത്തെ കൊല്ലം സെൽഫ് റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചു. എവിടെയും പോവാതെ, കോച്ചിങ് സെൻറ്ററിലൊന്നും പോവാതെ. കാരണം ഫസ്റ്റ് ഇയർ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കോച്ചിങ് സെൻറ്റർ എന്നുള്ളത് ബെസ്റ്റ് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ നിങ്ങൾ പോയിട്ട് ഹാർഡ് വർക്ക് ഇട്ടിട്ട് ആക്കിയിട്ടൊന്നും കാര്യമില്ല. അവരെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും അവർ പറഞ്ഞു തരുന്നില്ല. അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ വിചാരിച്ചു 2ാമത് റിപ്പീറ്റ് ചെയ്യാം. എല്ലാവരും പറഞ്ഞു 2ാമത് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന്. പക്ഷേ ഞാൻ 2ാമത് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. 2ാമത്തെ കൊല്ലം സെൽഫ് റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചു. എവിടെയും പോവാതെ, കോച്ചിങ് സെൻറ്ററിലൊന്നും പോവാതെ. കാരണം ഫസ്റ്റ് ഇയർ പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കോച്ചിങ് സെൻറ്റർ എന്നുള്ളത് ബെസ്റ്റ് സ്റ്റുഡൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ നിങ്ങൾ പോയിട്ട് ഹാർഡ് വർക്ക് ഇട്ടിട്ട് ആക്കിയിട്ടൊന്നും കാര്യമില്ല. അവരെങ്ങനെയാണ് പഠിക്കേണ്ടതെന്നൊന്നും അവർ പറഞ്ഞു തരുന്നില്ല. നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററിൽ പോവരുത്. ബിക്കോസ് യു ഡോണ്ട് നോ ദ ബേസിക്സ്. നിങ്ങളവിടെ കിളി പോയി ഇരിക്കേണ്ടി വരും ക്ലാസ്സിൽ. നിങ്ങൾക്ക് അവിടെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നിങ്ങൾ അവിടെ പോയി ഇരിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ട് എടുക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ല. കാരണം നിങ്ങൾക്ക് ബേസ് ഇല്ല. അവർ ബേസ് പഠിപ്പിക്കാനൊന്നും പോകുന്നില്ല. 6 മാസമേ ഉള്ളൂ. അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. 6 മാസം കൊണ്ട് ഇവർക്ക് ഇതൊക്കെ എടുത്ത് തീർക്കണം. എന്നിട്ട് നിങ്ങളെ ബേസും കൂടി പഠിപ്പിക്കാൻ വേണ്ടി കുത്തിരിക്കുക അവർ. അങ്ങനെയാണ് 2-3 കൊല്ലം അവിടെ പോയാലുണ്ടാവും. ശരി. എനിവേ അങ്ങനെ ആദ്യത്തെ 2 മാസം കൊണ്ട് ഞാൻ 2 പാഠം പഠിച്ചു. അതെ, 2 മാസം കൊണ്ട് 2 പാഠം. എന്താ സ്പീഡിലെ ആ 2 പാഠം ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയും ഹൈഡ്രോ കാർബൺസും ആണ്. എനിക്ക് ഓർഗാനിക് കെമിസ്ട്രി തീരെ ഇഷ്ടമല്ല. ഈ കാണാപ്പാഠം പഠിക്കുന്ന ഒരു സംഭവം തീരെ ഇഷ്ടമല്ല. ഓർഗാനിക് കെമിസ്ട്രി ഫുള്ള് കാണാപ്പാഠമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്ര ചെറിയ ടൈമിലുള്ള ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചെടുക്കണമെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ മെമ്മറൈസ് ചെയ്യേണ്ടി വരും. റിയാക്ഷൻസ് ഒക്കെ കുറേ ഇഷ്ടം പോലെ നെയിം റിയാക്ഷൻസ് ഉണ്ട് ഓർഗാനിക് കെമിസ്ട്രീൻ്റെ അത് ഇഷ്ടം പോലെ. അങ്ങനെ എനിക്ക് മനസ്സിലായി ഇത് നടക്കൂല. ഈ സാഹചര്യത്തിലാണ് ഞാനൊരു ക്രാഷ് കോഴ്സ് എടുക്കാൻ വിചാരിക്കുക.
അങ്ങനെ ഞാൻ വേറൊരു റെപ്യൂട്ടബിൾ കോച്ചിങ് സെൻറ്ററിൻ്റെ അടുത്ത് പോയി അവരെ കയ്യിൽ നിന്ന് ഒരു ക്രാഷ് കോഴ്സ് എടുത്ത്. അങ്ങനെ ഇതിനകത്ത് കയറി ഞാൻ മെല്ലെ മെല്ലെ പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴും എൻ്റെ ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് അത്രയും മുകളിലാണ്. ഞാൻ 24 മണിക്കൂർ ഫോണിൻ്റെ അകത്താണ്. അങ്ങനെ ജനുവരി 2025 ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതും നടക്കില്ല, ഇത് ഒഴിവാക്കിയേ പറ്റും. അങ്ങനെ ഞാൻ എല്ലാ എൻ്റർടൈൻമെൻറ്റും ഒഴിവാക്കി. സിനിമ കാണൽ ഒഴിവാക്കി, യൂട്യൂബ് കാണൽ ഒഴിവാക്കി, ഇൻസ്റ്റാഗ്രാം കാണൽ ഒഴിവാക്കി. ഇപ്പോൾ ഞാൻ ഡോപ്പമൈൻ ഡിറ്റോക്സിനകത്താണല്ലോ. ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഒരു സൈഡ് പോയിൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഫോൺ എന്ന് വിടുന്നോ അപ്പോൾ നിങ്ങളെ തലച്ചോറ് നേരെയാവും. ഇതിനെക്കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലുള്ള എഡ്യൂക്കേഷൻ കണ്ടന്റിനെ ഒഴിവാക്കാനല്ല ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ യൂട്യൂബിൻ്റെ അകത്ത് എനിക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അറിവ് നേടുന്ന കാര്യങ്ങൾ ഞാനിപ്പോഴും കാണില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് സ്ക്രോൾ ചെയ്യാലോ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കാണലോ, അല്ലെങ്കിൽ കോമഡി റീൽസോ അല്ലെങ്കിൽ കോമഡി എപ്പിസോഡ്സോ കാണുന്നവരുണ്ട് ഇപ്പോഴും യൂട്യൂബിൻ്റെ അകത്ത്. വാട്ട് എ ജൈജാൻറ്റിക് വേസ്റ്റ് ഓഫ് ടൈം മാൻ. നിങ്ങളുടെ സമയം നിങ്ങളിങ്ങനെ വേസ്റ്റ് ആക്കുന്നത് എന്തിനാണ്? അന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്ന് വിചാരിച്ചു ഇതൊക്കെ ഭയങ്കര സംഭവമാണെന്ന്. ഇതൊന്നും ഒന്നുമല്ല. ഇതൊക്കെ നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ആക്കാനായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം മാത്രമാണ്. എൻട്രൻസിൽ എന്തെങ്കിലും പ്രതീക്ഷ വേണമെന്നുണ്ടെങ്കിൽ ഇത് നിർത്തിക്കും. അങ്ങനെ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി. കുറേ പാഠങ്ങളൊക്കെ പഠിച്ച് തീർത്ത്. പക്ഷേ ഇപ്പോഴും ഞാൻ വളരെ ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് ആണ് പഠിക്കുന്നത്. നമ്മുടെ സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ വൺ ഓഫ് ദി വീക്കസ്റ്റ് സംഭവം എന്ന് പറയുന്നത്, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്സ് എന്ന് പറയുന്നത്, അവർ കുറേ പഠിപ്പിക്കും. പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ളവർ ഒരാരും പറഞ്ഞുതരില്ല. പഠിക്കുന്നതിന് ഒരു സർട്ടൻ മെത്തേഡ് ഉണ്ട്, അത് മാത്രമേ വർക്ക് ചെയ്യൂ. എനിവേ ഞാൻ ഇങ്ങനെ പഠിച്ച് ഇൻഎഫിഷ്യൻ്റ് ആയിട്ട് പഠിച്ച് വലിയ നോട്ടൊക്കെ എഴുതി പഠിച്ച് ഫസ്റ്റ് ജയി വന്ന് അതും എവിടെ എത്തിയില്ല. അങ്ങനെ കുറച്ച് ഡിപ്രഷനായി. ഒരു മാസം പിന്നെ വേസ്റ്റായി. ഒന്ന് ആലോചിക്കുക, 2ാമത്തെ കൊല്ലാണ്, എന്നിട്ട് പിന്നെയും ഒരു മാസം വേസ്റ്റ്. അങ്ങനെ പിന്നെയും ഞാൻ പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഞാൻ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആക്കി. നോട്ട് എഴുതലൊക്കെ നിർത്തി. എന്നിട്ട് എന്താണ് മെയിൻ കണ്ടന്റ് അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ 2ാമത് ജയി വന്നു, അതും എവിടെ എത്തിയില്ല. പിന്നെന്താ, അതിനിപ്പോൾ കീവുണ്ട്. കീവിൻ്റെ സമയത്താണ് ഞാൻ ChatGPTൻ്റെ മുകളിൽ എത്തുന്നത്. എന്തോ ഭാഗ്യത്തിനെ കൊണ്ട് ഞാൻ ഏതോ ഒരു ദിവസം ChatGPT തുറന്ന് എന്തോന്ന് ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ChatGPT ഉപയോഗിച്ച് എനിക്ക് പഠിക്കാമല്ലോ, AI ഉപയോഗിച്ച് എനിക്ക് പഠിക്കാമല്ലോ എന്നുള്ളത്. അത് വളരെ വലിയൊരു ബ്രേക്ക് ത്രൂ ആയി മാറി. അങ്ങനെ ഞാൻ AI ഉപയോഗിച്ച് പഠിക്കാൻ തുടങ്ങി കീമിന് വേണ്ടിയിട്ട്. കുറേ പാഠങ്ങൾ പഠിച്ചു. ഇതുവരെ പഠിക്കാതെ മാത്സ് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചു. കുറേ റിവൈസ് ചെയ്തു. റിവിഷൻ ചെയ്യാനൊക്കെ AI ആണ് ഏറ്റവും ബെസ്റ്റ് സംഭവം. അങ്ങനെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഞാൻ പഠിച്ചു. കീമിന് കഴിഞ്ഞ കൊല്ലത്തിനെക്കാട്ടും കുറേ ഇമ്പ്രൂവ് ആയി. പിന്നെ ക്യുസാറ്റ് ഉണ്ടായിരുന്നു, ക്യുസാറ്റിന് എവിടെ എത്തിയില്ല. പിന്നെ ഐസർ ഉണ്ട്, ഐസറും എഴുതി, അതും എവിടെ എത്തി. അങ്ങനെ ഈ 2 കൊല്ലം റിപ്പീറ്റ് ചെയ്ത് വഴി എനിക്ക് എന്താണ് മനസ്സിലായത്, നീ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ തിങ്ക് ട്വൈസ് ബിഫോർ റോളിങ് ഓൺ. ഒരു കോച്ചിങ് സെൻറ്ററിൽ പോകുന്ന കാര്യം ആലോചിക്കേ വേണ്ട. ആദ്യം നമുക്ക് ഈ കോഴ്സ് വേണോ വേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാം. എന്നിട്ട് നിനക്ക് അത്രയും ഉറപ്പാണ് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അഡീഷണൽ ടിപ്സ് പറഞ്ഞുതരാം. ഫസ്റ്റ് നീ ഈ കാര്യം മൊത്തത്തിലൊന്ന് ചിന്തിക്കണം. ആരാണ് നിന്നോട് ഈ സംഭവം എടുക്കാൻ പറഞ്ഞത്? എൻ്റെ കേസ് ഞാൻ തന്നെയാണ്. ഒരു അറിവും ഇല്ലാതെ, ഒരു ഐഡിയ ഇല്ലാതെ, ഒരു ഗോളും ഇല്ലാതെ ഞാൻ തന്നെ പോയി എടുത്തതാണ്. ആരോ പറഞ്ഞത് കേട്ട് ഞാൻ പോയി എടുത്തതാണ് ഈ സംഭവം. എൻ്റെ പാരൻസ് എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അതിനോണ്ട് എൻ്റെ പാരൻസിന് ഈ കേസിൽ കുറ്റം പറയാൻ കഴിയില്ല. ഇനി നിൻ്റെ പാരൻസ് നിന്നെ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിലും യു ഷുഡ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. കാരണം അവസാനത്തെ ഡിസിഷൻ എടുത്തത് നീയാണ്. ഇത് നിൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്ന ഡിസിഷനാണിത്. അടുത്തൊരു 30-40 കൊല്ലത്തേക്ക് നീ ചെയ്യേണ്ട ജോലിയെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവമാണ്. ഇത് അത്ര ചെറിയ ലാഘവത്തോടു കൂടി നീ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ റിഗ്രറ്റ് ഇറ്റ്. യു ഷുഡ് ഓൾവേസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ആക്ഷൻസ് ആൻഡ് ഡിസിഷൻസ്. ഇനി ആരൊക്കെ എന്തൊക്കെ നിർബന്ധിച്ചാക്കി പറഞ്ഞതാണെങ്കിലും അവസാനം ഡിസിഷൻ എടുത്തത് നീയാണ്. അതുകൊണ്ട് തന്നെ എ മാൻ ഷുഡ് ഓൾവേസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നമുക്കിത് ഡിസൈഡ് ചെയ്യുന്നതിന് തുടങ്ങാം. നിങ്ങളെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല ഈ കാര്യങ്ങളൊന്നും. എങ്ങനെ ഡിസൈഡ് ചെയ്യാം? തിങ്ക് ബിഗ്. അങ്ങനെ ഒരു ബുക്കുണ്ട്, ആദ്യം ആ ബുക്ക് വായിക്കും. നെറ്റിൽ പോയി അടിച്ചു നോക്കിയാൽ കിട്ടും, തിങ്ക് ബിഗ്. ആ ബുക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ചിന്തിക്കുന്ന രീതിയൊക്കെ വളരെ തെറ്റാണ്. വലുതാക്കി ചിന്തിക്കണം. എപ്പോഴും ചിന്തിക്കേണ്ടത് 10 കൊല്ലത്തിൻ്റെ ടേംസിലാണ്. അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ എവിടെയാവും, അല്ലെങ്കിൽ 20 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ എവിടെയാവും, എന്തായിരിക്കും എൻ്റെ സ്ഥിതി അപ്പോൾ, എന്തായിരിക്കും എൻ്റെ ദിവസം അപ്പം. പല ആൾക്കാരും ഈ എഞ്ചിനീയർ ആവാൻ പോകുന്നത് അല്ലെങ്കിൽ ഡോക്ടർ ആവാൻ പോകുന്നത് ആ ഒരു പേര് കേട്ടിട്ട് മാത്രം. ഡോക്ടർ ആവുക എന്നുള്ളതല്ല നിങ്ങൾ ആലോചിക്കേണ്ടത്. ഞാൻ രാവിലെ എണീച്ച് പല സമയത്തും ചിലപ്പോൾ പൊലച്ചൊക്കെ എണീച്ച് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാൻ പോകാനുണ്ടാവും. കത്തി വെച്ച് പല ആൾക്കാരെയും മുറിക്കാനുണ്ടാവും, കീറി മുറിക്കാനുണ്ടാവും. വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, തെറ്റാൻ പാടില്ല. 5 കൊല്ലം കഷ്ടപ്പെട്ട് മരിച്ച് പഠിക്കണം. എൻട്രൻസിന് എത്ര മരിച്ച് കിട്ടിയാലും അതിൻ്റെയൊക്കെ ഇരട്ടി 5 കൊല്ലം പഠിച്ചിട്ട് ഈ ജോലി കിട്ടിയതിന് ശേഷവും ആദ്യമൊക്കെ ചിലപ്പോൾ ശമ്പളം കുറവായിരിക്കും. ഞാൻ എൻ്റെ പീക്കിലെത്തിയാൽ പോലും പല സമയത്തും ഞാൻ ഇന്ന പ്രവൃത്തികൾ ചെയ്യേണ്ടി വരും. അങ്ങനെ സ്പെസിഫിക് ഡീറ്റെയിൽ ആലോചിക്കുക. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങൾ നോക്കുക ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടമാണോ, ഈ ജോലി നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ളത്. കാരണം ജോലി ഇഷ്ടപ്പെടേണ്ടത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ സൊസൈറ്റി നമ്മളോട് പറയും പാഷനൊക്കെ വെറുതെയാണ്. ബിക്കോസ് അവർക്ക് അറിയില്ല അവരെന്താ പറയുന്നത്. പല ആൾക്കാർക്കും ഒരു ഡിഗ്രി പോലും ഇല്ല, എന്നിട്ട് അവർ പറയും പോയി ഡിഗ്രി എടുക്കുക, ഈ ഡിഗ്രി എടുക്കുക, ആ ഡിഗ്രി എടുക്കുക. അവരെന്താ പറയുന്നത് അവർക്ക് തന്നെ യാതൊരുവിധ ഐഡിയയും ഇല്ല. ഒരു ജോലി ഇഷ്ടമുള്ള ഒരാൾ ഹി വിൽ എക്സൽ അറ്റ് ഇറ്റ്. നിങ്ങൾ ഏതൊരു ഫീൽഡിലെയും ടോപ്പായിട്ടുള്ള ആളെടുക്കുകയാണെങ്കിൽ, ടോപ്പ് ഡോക്ടേഴ്സിന് എടുക്കുകയാണെങ്കിൽ, ടോപ്പ് എഞ്ചിനീയേഴ്സിന് എടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും അവർ ചെയ്യുന്ന ജോലി വളരെ ഇഷ്ടമായിരിക്കും. ഇഷ്ടമില്ലാത്ത മൊമെൻറ്റ്സും ഉണ്ടാവും,
പക്ഷേ ഭൂരിഭാഗം സമയത്തും അവർക്കത് ഇഷ്ടമായിരിക്കും. ഈ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം നമുക്ക് തോന്നാത്തപ്പോഴും ചെയ്യാം. ഡൂ ദ ഹാർഡ് വർക്ക് ഈവൻ വെൻ യു ഡോണ്ട് ഫീൽ ലൈക്ക്, അങ്ങനെ ചൊല്ലുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് വിചാരിക്കാം ഈ ജോലി എനിക്ക് ചെയ്യാൻ തീരെ ഇഷ്ടമല്ല, പക്ഷേ ഡിസിപ്ലിൻ വെച്ച് ഞാൻ പുഷ് ത്രൂ ചെയ്യാൻ പോകണം. അപ്പോൾ എന്തൊരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യനായിരിക്കും നിങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലി നമുക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ ഈ ബുക്കിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഈ ജോലി നിങ്ങൾക്കുള്ളതാണോ എന്ന് കണ്ടുപിടിക്കും. സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് നിങ്ങളുടെ പാരൻസ് എന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, അവരെന്ത് പറയും, ഇവരെന്ത് പറയും എന്ന് ആലോചിക്കല്ല. തിങ്ക് അബൌട്ട് യുവർ ലൈഫ്. നിങ്ങളുടെ 30-40 കൊല്ലമാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എഞ്ചിനീയറിംഗിൽ കയറിയില്ല എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 കൊല്ലം റിപ്പീറ്റും 4 കൊല്ലം ഡിഗ്രി ആയിട്ട് 5 കൊല്ലം നിങ്ങൾ ഇതിനേക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് മര്യാദയ്ക്കൊന്നിരുന്ന് ആലോചിക്കുക ഇതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടൂല കേട്ടോ. അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനും ഒരു ഉത്തരം പറയാൻ കഴിയില്ല. 100% ഉറപ്പില്ല ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്. അത് അയാളത് ചെയ്യുന്നവരെ അയാൾക്ക് അത് പറയാൻ കഴിയൂല. സ്റ്റീവ് ജോബ്സ് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ഈസി ടു കണക്ട് ദ ഡോട്ട്സ് വെൻ ലുക്കിംഗ് ബാക്ക്, ബട്ട് ഇറ്റ് ഈസ് ടഫ് ടു കണക്ട് ദ ഡോട്ട് വെൻ ലുക്കിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ. പിറകിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെല്ലാം അനുഭവിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് ചെയ്താൽ അതിന് അത് ചെയ്താൽ അതിനും. പക്ഷേ നമ്മൾ മുന്നോട്ട് ആലോചിക്കുകയാണെങ്കിൽ നമുക്കത് അത്ര സെർട്ടനായിട്ട് പറയാൻ കഴിയില്ല, അത്ര ഈസി ആയിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേഗ ഐഡിയ കിട്ടി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിന് പോയേ പറ്റുള്ളൂ, ഇത് തന്നെയാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. ഫസ്റ്റ് നിങ്ങൾ ബേസ് പഠിക്കും. കോച്ചിങ് സെൻറ്ററിൽ പോകരുത്, ഒരു ഓൺലൈൻ കോഴ്സ് എടുക്കുക. ആദ്യത്തെ 6 മാസം +2 കഴിഞ്ഞ പാടെ ലീവും വെക്കേഷനൊന്നും എടുക്കണ്ട. വെക്കേഷൻ എടുത്ത് സമയം കളയാനുള്ള നേരം നിങ്ങൾക്കില്ല. ഇത് കിട്ടണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് ചെയ്താൽ ആദ്യത്തെ 6 മാസം കൊണ്ട് നിങ്ങൾ എല്ലാ പാഠത്തിൻ്റെയും ഏറ്റവും ബേസിക് കോർ കൺസെപ്റ്റ്സ് പഠിച്ചെടുക്കുക. എന്നിട്ട് ഈ 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രാഷ് കോഴ്സ് എടുക്കുക. ജെയിൻ്റെ അകത്ത് എന്തിനെങ്കിലും അതൊരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് എടുക്കുക. ഇതിൻ്റെ ഒക്കെ കൂടെ നിങ്ങൾ ഡിസിപ്ലിൻ ട്രെയിൻ ചെയ്യുക, ജേർണൽ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഫോൺ ഒഴിവാക്കുക, എൻ്റർടൈൻമെൻറ്റ് ഒഴിവാക്കുക. ഇത്ര പറഞ്ഞിട്ട് എൻ്റർടൈൻമെൻറ്റ് ഒഴിവാക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് എന്തോ ഒരു മാതിരി. കാരണം നമ്മളെ കൺസെപ്റ്റിൽ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ നല്ല സംഭവമായിട്ട് നമുക്ക് തോന്നും. എൻ്റർടൈൻമെൻറ്റ് ഒരിക്കലും നല്ലൊരു സംഭവമല്ല. എൻ്റർടൈൻമെൻറ്റ് ഇസ് ഫോർ വീക്ക് മെൻ. എന്നിട്ട് 6 മാസം കൊണ്ട് നിങ്ങൾ ഈ ബേസൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ക്രാഷ് കോഴ്സ് എടുത്തിട്ട് അതിലുള്ള കാര്യങ്ങൾ പഠിക്കും. അതിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിക്കുന്ന നേരത്ത് ഒരിക്കലും ഡീപ്പർ തിയറിയിലേക്ക് പോകരുത്. നെവർ ഡു ദാറ്റ്. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താ വെച്ചാൽ ഞാൻ വളരെ ബ്രോഡായിട്ട് പല ചാപ്റ്റേഴ്സും വളരെ ഡീപ്പായിട്ട് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഒരു ബേസിക് അവയർനെസ് നിങ്ങൾ വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തെറ്റല്ലേ, ഈ സിസ്റ്റം തെറ്റല്ലേ? യെസ്, തെറ്റാണ്. നിങ്ങൾ സിസ്റ്റം മാറ്റിമറിക്കാനാണോ ഇത് പഠിക്കാനാണോ നോക്കുന്നത്? സിസ്റ്റം തെറ്റാണ്. സിസ്റ്റം വളരെ ബ്രോഡായിട്ട് പല കാര്യങ്ങളെയും പഠിപ്പിക്കാൻ നോക്കുക. ഇങ്ങനെ ചെയ്യുന്നത് എന്താ സംഭവിക്കാനായിട്ട് മുഴുവൻ പഠിക്കാൻ നോക്കും. എല്ലാത്തിലും വീക്കായിരിക്കും, ഒന്നിലും നല്ലതായിരിക്കില്ല. അതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത്ര കുറേ കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ നോക്കുമ്പം നമ്മളെല്ലാത്തിലും വീക്കായി. അതേസമയം നമ്മൾ ഒരൊറ്റ കാര്യത്തിൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മളതിൽ എക്സൽ ചെയ്യും. അങ്ങനെയാണ് പല ആൾക്കാരും. ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരൊക്കെ ഓരോ ഫീൽഡിൽ മാത്രമേ പഠിക്കുള്ളൂ. ഓരോട് പോയിട്ട് ഇംഗ്ലീഷിലൊരു പാഠത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ഈ കവിത എഴുതി ആരാന്നോ അല്ലെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്നോ അല്ലെങ്കിൽ ഈ കൊല്ലത്തിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. ബിക്കോസ് ദേ ഡോണ്ട് കെയർ. അവർ പഠിക്കുന്നതിനെ കുറിച്ച് മാത്രമേ കെയർ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഒരൊറ്റ ഫീൽഡിലേക്ക് ഫോക്കസ് ചെയ്യണം നമ്മളും. അപ്പോൾ നിങ്ങളിതൊക്കെ കഴിഞ്ഞ് ഇതെടുക്കണം എന്ന് നിർബന്ധിച്ച് നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറൊരു ഐഡിയ ഒന്നുമില്ല, ഇനി എന്താ ചെയ്യേണ്ടി അറിയില്ല, അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് 1 കൊല്ലം ലാഗാക്കാം. ഡിഡ് ഐ ഹിറ്റ് റെക്കോർഡിങ് മാൻ? യെസ്. അപ്പോൾ അങ്ങനെ ബ്രോഡായിട്ട് നിങ്ങൾ പഠിക്കാം. പരമാവധി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഈ അഡ്വൈസാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാതിരുന്നൊരു കാര്യം. അതായത് മാക്സിമം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യണം. അതും ടഫ് ക്വസ്റ്റ്യൻസ് പോയി ചെയ്യല്ലേ ഫസ്റ്റ്. ടഫ് ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ പോയി ചെയ്യാനിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണിക്കൂറുകൾ പോകും. നിങ്ങളൊരു കൺസെപ്റ്റും പഠിക്കാനും പോകുന്നില്ല. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണോ ആ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് അത് കുറേ അങ്ങോട്ട് ചെയ്യും. കാരണം ഈ ഭൂരിഭാഗം എക്സാമിലും മീഡിയം ലെവൽ ടു ഈസി ലെവൽ ക്വസ്റ്റ്യൻസാണ് അധികം ഉണ്ടാവുക. ടഫ് ലെവൽ ക്വസ്റ്റ്യൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആകെ JEE അഡ്വാൻസ് അതായത് IIT കിട്ടേണ്ട എക്സാമിൽ മാത്രമേ അധിക ക്വസ്റ്റ്യൻസും ടഫ് ലെവൽ ഉണ്ടാവുള്ളൂ. പഠിക്കുക എങ്ങനെയാണെന്നുള്ളത് ആദ്യം യൂട്യൂബിൽ പോയിട്ട് പഠിക്കുക. എങ്ങനെ പഠിക്കണം എന്ന് ആദ്യം പഠിക്കുക, എന്നിട്ട് പഠിക്കും. ഈ 2 കൊല്ലം ഞാനിതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം എനിക്ക് JEEലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, വലങ്ങനെ എവിടെ എത്തിയിട്ടൊന്നുമില്ല. ഈ 2 കൊല്ലം ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ. പല ആൾക്കാരും നിങ്ങളോട് പറയും ഇത്ര കൊല്ലം വേസ്റ്റാണ്, ഈ കൊല്ലം വേസ്റ്റായില്ല, ആ കൊല്ലം വേസ്റ്റായില്ല. കൊല്ലം ഒരിക്കലും വേസ്റ്റ് ആവുന്നില്ല. അതാണ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. നിങ്ങൾ വളരെ വാല്യുബിൾ ആയിട്ടുള്ള പല എക്സ്പീരിയൻസും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പഠിക്കും. എന്നെ പേഴ്സണലി സംബന്ധിച്ചിടത്തോളം തന്നെ ഈ 2 കൊല്ലത്തിനിടയ്ക്കാണ് ഞാൻ പഠിച്ചത് ദാറ്റ് എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ മോശമാണെന്നുള്ളതൊക്കെ ഞാൻ പഠിച്ചത്. ഫോൺ അഡിക്ഷൻ ഒഴിവാക്കാനൊക്കെ ഈ 2 കൊല്ലത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പഠിച്ചത്. ജിമ്മിൽ പോയി മര്യാദയ്ക്ക് എങ്ങനെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യേണ്ടത് ഈ 2 കൊല്ലത്തിനിടയ്ക്കാണ് പഠിച്ചത്. ചിലപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയറിൽ തന്നെ എല്ലാം കിട്ടി ഏതെങ്കിലും ഒരു കോളേജിൽ ഡിഗ്രി എടുക്കാൻ പോയിട്ട് ഞാനിതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ 1 കൊല്ലം വീട്ടിലൊക്കെ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത്
കാര്യങ്ങളുടെ സ്ഥിതി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് ഈ 2 കൊല്ലം കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. എങ്ങനെ ഈ കാര്യങ്ങൾ എനിക്ക് നടക്കൂല, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എനിക്ക് നടക്കൂല, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ 2 കൊല്ലം കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്. ഒരിക്കലും ഈ 2 കൊല്ലം ഒരു വേസ്റ്റ് അല്ല. അങ്ങനെ പല ആൾക്കാരും നിങ്ങളോട് പറയാൻ നോക്കും. അതൊക്കെ മണ്ടന്മാർ പറയുന്നതല്ലേ. ഒന്നും ആലോചിക്കാതെ ഏതെങ്കിലും ഡിഗ്രി പോയി എടുത്തെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങൾ 3 കൊല്ലം വേസ്റ്റ് ആവും. ഇനി അതിലും വലിയ ഡിഗ്രി എടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 കൊല്ലം വേസ്റ്റ് ആവും. അങ്ങനെ ആലോചിച്ച് നോക്കി. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്തിട്ട് കിട്ടാതെ പോകുന്നത് ഒരു പാതകമൊന്നുമല്ല, ഒരു തെറ്റൊന്നല്ല. ആ ഇയർ വേസ്റ്റ് ആവുമൊന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ വാല്യുബിൾ ആയിട്ടുള്ള പല എക്സ്പീരിയൻസും നിങ്ങൾ ഗെയിൻ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ആഹാ, എന്താ ക്ലൈമറ്റിലെ. എനിവേ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.